അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിയാണോ അതോ നിങ്ങൾ യൂദാസിന്റെ രണ്ടാം കെട്ടിയോളാണോ? കാരണം നിങ്ങളുടെ പ്രവൃത്തി വെച്ചിട്ടാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ബർമുട, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് വള്ളി ട്രൗസർ. കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് BJPയുടെ ബുദ്ധിജീവി ആയിട്ടുള്ള നമ്മുടെ അബ്ദുള്ളക്കുട്ടി സാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ഹിജാബ് വിഷയം നടക്കുമ്പോൾ ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റാ പോസ്റ്റാണത്. 2 സ്കൂളിലെ കുട്ടികളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾ പറയുന്ന കാര്യം എന്താ, ഒന്ന് കേരളത്തിലും ഒരു മോഡേൺ യൂണിഫോം ധരിച്ചിട്ടുള്ള കുട്ടികൾ വെച്ചിട്ട് ഇത് സൗദി അറേബ്യയിലെ റിയാദിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും BJPയിൽ പോകുന്നതിന് മുൻപേ ഇയാൾ പൊട്ടനാണോ, അല്ലെങ്കിൽ BJPയിൽ എത്തിയതിനു ശേഷം ഇയാൾ പൊട്ടനായതാണോ എന്നൊക്കെ നമ്മളൊക്കെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. എന്നാൽ വളരെ വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട്. പച്ച നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എന്നിട്ട് പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെ നാട്ടിലെന്ത് ചെയ്യുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഹിജാബ് വിഷയത്തിൽ ഈ സിസ്റ്ററോട് പറയാനുള്ളത്, കുട്ടികൾക്ക് അവരുടെ യൂണിഫോമിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. ഒരു ഹിജാബ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രമാത്രം അസഹിഷ്ണുത എന്തിനാണ്? ഇനി നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഈ സാറ്റിൻ ക്ലോത്ത് പോലത്തെ ഇത്രമാത്രം കുട്ടികൾ ഭയപ്പെടുന്ന രീതിയിലുള്ള ഈ ഒരു വസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? സത്യം പറഞ്ഞാൽ പാരന്റ്സും കുട്ടികളും ചോദിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. എല്ലാ ടീച്ചേഴ്സും ധരിക്കുന്ന പോലെ തന്നെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. പക്ഷേ ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ ഡ്രസ്സിന് ഞങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പൊതുസമൂഹം അതിനെ റെസ്പെക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം വലിയ അസഹിഷ്ണുത എന്നുള്ളതിന്റെ ആൻസറാണ് ഈ താഴെ കാണുന്ന ഫോട്ടോ. ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബഹുമാനിക്കുന്ന നിങ്ങൾ ഈ ധരിച്ചിട്ടുള്ള വസ്ത്രം ഉണ്ടല്ലോ, ഈ വസ്ത്രം അടക്കം ചുരുട്ടിക്കൂട്ടിയ മുടിയടക്കം കറക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണാറുണ്ടല്ലേ? നിങ്ങളുടെ വിശ്വാസപ്രകാരം തന്നെ നിങ്ങൾക്ക് ഇതൊന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ധരിക്കാൻ വരെ നിങ്ങൾക്ക് പേടിയുള്ള ആളുകളാണ്. അത്രമാത്രം അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങളാണ് കുട്ടികൾ സ്കൂളിൽ ഹിജാബ് ധരിക്കുമ്പോഴേക്കും ഇത്രമാത്രം വലിയ അസഹിഷ്ണുത കാണിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അവകാശ ലംഘനം തന്നെയാണ് എന്നുള്ളത് ഒരു കാര്യം യാഥാർത്ഥ്യമാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശരി, അത് അംഗീകരിക്കുക തന്നെ വേണം.